അടുത്തതായിട്ട് ശ്രീ വി ശശി അവർകൾ, അങ്ങേക്ക് 11 മിനിറ്റ് സംസാരിക്കാം. സാർ, ഞാൻ ഈ ജനാഭ്യർത്ഥനകളെ അംഗീകരിക്കുന്നു. സാർ, വ്യവസായ മേഖലയെ നവീകരിക്കുന്നതിലും വൈവിധ്യവൽക്കരിക്കുന്നതിലും ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മൂല്യവർദ്ധിത വളർച്ചയിൽ 28.4% സംഭാവന ചെയ്തിരിക്കുന്നത് വ്യവസായം ഉൾക്കൊള്ളുന്ന ദ്വിതീയ മേഖലയിൽ നിന്നാണ്. ദ്വിതീയ മേഖലയുടെ ഉപവിഭാഗത്തിൽപ്പെട്ട മാനുഫാക്ചറിംഗ്, നിർമ്മാണം എന്നിവയിലും ഉയർന്ന വളർച്ചാ നിരക്ക് 2022-23 നമുക്ക് നേടുവാൻ സാധിച്ചു. ഈ വളർച്ചാ നിരക്ക് നേടിയതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിൽ നടത്തിയ ശ്രദ്ധേയമായ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ളതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ സംരംഭം രാഷ്ട്രത്തിൻ്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 2022-23 ആരംഭിച്ച സംരംഭകരുടെ വർഷം എന്ന പദ്ധതി വൻപിച്ച വിജയകരമാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിനുവേണ്ടി 1153 ഇൻറ്റേൺസിനെ നിയോഗിച്ചു. സംരംഭ സഹായ കേന്ദ്രങ്ങൾ തുടങ്ങി. MSME ക്ലിനിക്കുകൾ ആരംഭിച്ചു. താലൂക്ക് തല ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിച്ചു. ഇവയെല്ലാം ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഊന്നി ആവശ്യാനുസരണം ഇടപെടലുകൾ നടത്തി. അതുകൊണ്ട് തന്നെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച 1,00,000 സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ 8,421.36 കോടി രൂപയുടെ അത്ഭുതകരമായ നിക്ഷേപത്തോടെ 1,39,840 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് 3,51,000 പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു. സാർ, ഇതൊരു വലിയ അദ്വിതീയമായ നേട്ടമായിട്ടാണ് വിലയിരുത്തേണ്ടത്. ഈ പരിപാടി തുടർന്നും നടത്തി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ അതിനുള്ളത്. സംരംഭങ്ങൾ തുടങ്ങാൻ ചെറുതും വലുതുമായ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ, പ്ലോട്ടുകൾ, ഷെഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഷെഡുകളും അതുപോലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആരംഭിക്കുന്നതിന് ആവശ്യമായുള്ള സ്ഥല സൗകര്യങ്ങളുമൊക്കെ നമുക്ക് താലൂക്ക്, പഞ്ചായത്ത്, ബ്ലോക്ക് തലങ്ങളിലെല്ലാം ആരംഭിക്കുന്ന ഈ ചെറുകിട സംരംഭങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കുവാനുള്ള പരിപാടിയും ഇതോടൊപ്പം തുടങ്ങേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സർ, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുടെ കീഴിൽ 13 ജില്ലകളിലായി 40 സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള വെള്ളം, വൈദ്യുതി, ഗതാഗത സൗകര്യം എന്നിവയെല്ലാം ലഭ്യമാക്കിയിട്ടുള്ള 2,460.8 ഏക്കർ സ്ഥലം നിലവിലുണ്ട്. ഇതിൽ വിതരണം ചെയ്യാത്ത 336 ഏക്കർ ഭൂമി പല ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും നിലവിലുള്ളതായി പല റിപ്പോർട്ടുകളിലും കാണുന്നു. സാർ, അതുപോലെ തന്നെ 98 മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ 842 യൂണിറ്റുകളിൽ 752 മാത്രമേ ഇപ്പോൾ നാവുമായിട്ടെങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ. പ്രവർത്തിക്കാത്ത യൂണിറ്റുകൾ, ബാക്കി 97 യൂണിറ്റുകൾ ഇപ്പോൾ നിലവിലുള്ളതായി കാണുന്നു. കൂടാതെ സിഡ്കോയുടെ നിയന്ത്രണത്തിലുള്ള 17 മേജർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ 884 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുവെന്ന് കാണും. എന്നാൽ കൂട്ടി 24 യൂണിറ്റുകൾ നിലവിലുണ്ട്. പ്രവർത്തനക്ഷമമല്ലാത്ത യൂണിറ്റുകളും നിലവിലുള്ളതായി കാണാം. സിഡ്കോയുടെയും മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലും അടച്ചുപൂട്ടിയ നിരവധി യൂണിറ്റുകളുണ്ട്. സാർ, ഒഴിഞ്ഞുകിടക്കുന്നതും പൂട്ടിപ്പോയതും പ്രവർത്തിക്കാത്തതുമായ ഷെഡുകൾ പുതിയ സംരംഭങ്ങൾക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. സാർ, ഇതിനു പുറമെ വ്യവസായ വകുപ്പിൽ 4ാം വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായി ധാരാളം വികസന പ്രവർത്തനങ്ങൾ പല മേഖലകളിലായി ആരംഭിച്ചിട്ടുണ്ട്. കിൻഫ്രയുടെയും KSIDCയുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ സെക്ടറുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പാർക്കുകളും
ഫ്ലാഷ് പ്രോഗ്രാമുകളും ഒക്കെ നിരവധി ഈ 2-3 വർഷത്തിനുള്ളിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം വളരെ വലിയ പുരോഗതി ആർജിച്ച് മുന്നേറുകയാണ്. സർ, ഞാൻ ഈ വ്യവസായ വിപ്ലവം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്ത്യയിൽ കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ടെക്സ്റ്റൈൽ മേഖലയുടെ ആവശ്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ടെക്സ്റ്റൈൽ മേഖല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യവസായ നയരേഖകളിലെ ഫോക്കസ് സെക്ടറായിട്ടാണ് ടെക്സ്റ്റൈൽ മേഖലയെ വളരെ പ്രാധാന്യത്തോടെ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളം 35,000 പരം കോടി രൂപയുടെ വസ്ത്രങ്ങൾ പ്രതിവർഷം ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്. ഇതിൻ്റെ 2% വസ്ത്രങ്ങൾ പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ വസ്തുത അങ്ങേക്കറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ 2000 ടെക്സ്റ്റൈൽ പോളിസി യന്ത്രത്തറികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിരുന്നു. അക്കാലത്ത് യന്ത്രത്തറികൾ സെക്കൻഡ് ഹാൻഡ് നിലവാരത്തിലുള്ള യന്ത്രത്തറികൾ പോലും അന്യരാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുവാൻ അനുവാദം കൊടുത്തിരുന്നു. ആ രീതിയിൽ വാട്ടർ ജെറ്റ് ലൂമുകളും എയർ ജെറ്റ് ലൂമുകളും എല്ലാം ഇമ്പോർട്ട് ചെയ്ത് തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള മുന്നേറ്റം അവർ ഉണ്ടാക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയതുകൊണ്ട് ആ രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റം അവിടെ സൃഷ്ടിച്ചെടുത്തു. അതിനുശേഷം സമീപ സംസ്ഥാനങ്ങളിലെ ടെക്സ്റ്റൈൽ മേഖലയിലുണ്ടായത് വലിയ മുന്നേറ്റമാണ്. അവിടെ ഉണ്ടായ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ കൊണ്ട് കേരളത്തിലെ ടെക്സ്റ്റൈൽ വിപണിയെ നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മളിന്നും പരമ്പരാഗത കൈത്തറി വ്യവസായത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന് മാറ്റമുണ്ടാകണം. വളരെ പ്രസിദ്ധമായ ഒരു പാരമ്പര്യം, ഒരു പൈതൃകം നമ്മുടെ കൈത്തറി വ്യവസായത്തിനുണ്ട്. കൈത്തറി ഉൽപ്പന്നങ്ങളും അന്യം നിന്നു പോകുന്ന അതിവിദഗ്ധ നെയ്ത്ത് തൊഴിലാളികളും നമുക്ക് നിലവിലുണ്ട്. അതിൽപ്പെട്ട ഒരു കൈത്തറി നെയ്ത്ത് തൊഴിലാളിക്ക് ഇന്ത്യയിൽ ആദ്യമായി പത്മശ്രീ അവാർഡ് നൽകി രാജ്യം ആദരിച്ച ചരിത്രവും നമുക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ്. ആ രീതിയിലുള്ള കൈത്തറി മേഖല ഈ മഹത്തായ പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ മേഖലയെ എങ്ങനെ ആധുനികവൽക്കരിക്കാൻ കഴിയും എന്നാണ് നാം കാണേണ്ടത്. നിലവിലുള്ള കൈത്തറി മേഖലയെ എന്നാൽ ഇന്ന് നിലവിലുള്ള കൈത്തറി മേഖലയെ നമുക്ക് വേണ്ട വിധം സംരക്ഷിക്കാനാകുന്നില്ല. യന്ത്രവൽക്കരണം നടത്തുന്നുമില്ല. ഇതാണ് ഇന്നത്തെ ഒരവസ്ഥ. കൈത്തറി മേഖലയെ സംരക്ഷിക്കാൻ റിബേറ്റും കുറഞ്ഞ പലിശ നിരക്കിൽ പ്രവർത്തന മൂലധനവും അനിവാര്യമാണ്. സർക്കാർ ഗ്യാരണ്ടി നൽകി നബാർഡ് ക്യാഷ് ക്രെഡിറ്റ് മുൻകാലങ്ങളിൽ ലഭ്യമാക്കിയിരുന്നു. അത്തരത്തിലുള്ള ഒരു സമീപനത്തിൽ നിലവിലുണ്ടെങ്കിൽ മാത്രമേ കൈത്തറി മേഖലയെ പരിപോഷിപ്പിക്കുവാൻ കഴിയൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പരിശോധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനം നമ്മുടെ കേരള വ്യവസായ നയം 2023 ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം കേരള വ്യവസായ നയം 2023 ഈ മേഖലയെ സംബന്ധിച്ച് കാര്യമായ ഒരു പരാമർശവും നടത്തുന്നതായി കണ്ടില്ല. കാരണം ആറന്മുള കണ്ണാടി, ബാലനാപുരം കൈത്തറി, ആലപ്പുഴ കയർ, ഈ പരാമർശമല്ലാതെ ഈ പരമ്പരാഗത വ്യവസായത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ നയരേഖ ഈ ടെക്സ്റ്റൈൽ വ്യവസായത്തെക്കുറിച്ചോ പരമ്പരാഗത വ്യവസായങ്ങളെ സംബന്ധിച്ചോ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വ്യക്തമായ നയരേഖ ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കയർ വ്യവസായം നേരിടുന്ന പ്രതിസന്ധി ഇവിടെ പല
നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എൻ്റെ നിയോജകമണ്ഡലത്തിലെ കയർ വ്യവസായം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയുണ്ട്. പിരിമേഖലയിലുള്ള തൊഴിലാളികളാണ് അവിടെ കൂടുതലുള്ളത്. അതുമാത്രം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കയർ പിരി തൊഴിലാളിക്ക് ലഭിക്കുന്ന കൂലി 350 രൂപയാണ്. ത്രിഫ്റ്റ് ഫണ്ട് കഴിഞ്ഞാൽ 337 രൂപ 50 പൈസയാണ് അയാൾക്ക് കയ്യിൽ കിട്ടുന്നത്. ഈ കൂലിയായിട്ട് 8 കൊല്ലമാകുന്നു. കൂലി കൂട്ടുന്നതിനുള്ള നടപടി എടുക്കുന്നില്ല. തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നു. എഗ്രീഡ് വേജസാണ് പിരി തൊഴിലാളികൾക്ക് നൽകുന്നത്. വേജസ് പുതുക്കാൻ വകുപ്പ് അടിയന്തരമായി നടപടി എടുക്കണം. കയർ സൊസൈറ്റികൾ മിക്കതും അടഞ്ഞുകിടക്കുകയാണ്. ചില കയർ ഇൻസ്പെക്ടർമാർക്ക് കീഴിലുള്ള ചില കയർ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ ഒരു കയർ സൊസൈറ്റി പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യവും നാം ഓർക്കണം. എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പരിശോധിച്ച് നടപടിയെടുക്കണം. കൈത്തറി വ്യവസായങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന ധാരണ ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര നടപടി നാം സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനയെ അംഗീകരിക്കുന്നു, സപ്പോർട്ട് ചെയ്യും.